ഇപ്പൊ ഈ 1 kg 5 kg കമ്പനി ഇറക്കിയോട് കൂടിയിട്ട് എന്താന്ന് വെച്ചാൽ ഒരു ഫാമിലിക്ക് ഒരു വീട്ടിലേക്ക് റോസ് കൈമയുടെ ഒറിജിനൽ റോസ് കൈമ കിട്ടുകയാണ്. അത് മേടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും മിൽമ മേടിക്കുന്നുണ്ട്. കണി കണ്ടു ഉണരുന്ന നന്മയാണെന്നൊക്കെ പറയും. അതേപോലെയാണ് ഈ ബിരിയാണിയുടെ കാര്യം. അതിനൊരു സ്വാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എപ്പോഴും ബിരിയാണി വെക്കല്ല, വയസ്സായതുകൊണ്ട് അങ്ങനെ ബിരിയാണി വെച്ചിട്ടല്ല. പക്ഷെ ബിരിയാണി വെക്കുമ്പോൾ ഇറച്ചിയൊന്നും ഇല്ലാതെ ആ റൈസ് മാത്രം ഇങ്ങനെ എടുത്ത് കഴിക്കും. അത്ര സ്വാദാണ്. ഇത് വെറുതെ ഒരു ബിസിനസിന് വേണ്ടി പറയുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇവർ വരുന്നത്, ഇതിന്റെ ഏജൻസി എടുക്കണോ. പിന്നെ ഞങ്ങൾ എന്താ പറയാ, ഒരിക്കലും നോ എന്ന് പറയില്ല. ആ ബിരിയാണി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതാണ് റോസ് കൈമ എന്ന് പറയുന്ന സാധനം, ഇതാണല്ലേ ഇത് ഒറിജിനൽ റോസ്, ഇതാണല്ലേ, ഇതാണ് ടേസ്റ്റ്. പിന്നെ അവൻ കടയിൽ ചെന്നാൽ ഉറപ്പായിട്ട് പറയുന്നതാ, എനിക്ക് റോസ് കൈമയുടെ പാക്കറ്റ് മതി. ഒരു കുറച്ച് വലിയ ആളുകളാണെങ്കിൽ ഒരു 5 കിലോന്റെ മേടിക്കാം, വലിയ ഫംഗ്ഷൻ ആണെങ്കിൽ 50 കിലോന്റെ ട്രേഡേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് വേണമെങ്കിലും മേടിക്കാം. ഇപ്പൊ റോസ് കൈമയുടെ തന്നെ എനിക്കൊരു സന്തോഷമായിട്ടുള്ള കാര്യം, റോസ് കൈമയുടെ പുതിയതായിട്ട് ബസ്മതി റൈസ് വരുന്നുണ്ട്. അത് ദുൽഖറിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട്. അപ്പൊ അതിനെ ഞങ്ങൾ വമ്പിച്ച ഇതോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം അതിനൊരു സന്തോഷമായിട്ടായിരിക്കണേ. പുതിയ അപ്പൊ അത് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. റോസ് ബ്രാൻഡിന്റെ ബിരിയാണി എന്തൊക്കെ ടേസ്റ്റ്. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി.